വിശാലമായി കിടക്കുന്ന ഈ വനത്തിലെ കുറ്റിക്കാടുകളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ പ്രദേശത്തിനുള്ളിൽ രണ്ട് മഞ്ഞക്കണ്ണുകൾ തൻ്റെ ഇരയ്ക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ അരികിലെ നീർച്ചാലിലേക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി ഒരു മാൻ കടന്നു വന്നു. പതിയെ പതിയെയാണ് അത് അവിടേക്ക് നടന്നു വന്നത്. ചുറ്റുപാടും ഒന്നുകൂടി തലയുയർത്തി ഒന്ന് നിരീക്ഷിച്ച ശേഷം ഒന്ന് വളഞ്ഞ് അത് വെള്ളം കുടിക്കുവാൻ വേണ്ടി അരുവിയിലേക്ക് കുനിഞ്ഞു. ആ സമയം മാത്രം മതിയായിരുന്നു അതിൻ്റെ ജീവൻ പോകുവാൻ. കുറ്റിക്കാടിനുള്ളിൽ പതുങ്ങിയിരുന്ന ആ രണ്ട് മഞ്ഞക്കണ്ണുകളുണ്ടല്ലോ, ഒരു ഇടിമിന്നൽ പിണർപ്പ് പോലെ ആ കേഴമാൻ്റെ ശരീരത്തിന് മുകളിലേക്ക് ചാടി വീണു. അതിൻ്റെ കൂർത്ത കോമ്പലുകൾ അതിൻ്റെ കഴുത്തിലേക്ക് ആഴത്തിലിറങ്ങി. ഒന്ന് കുലുക്കി നിലത്തടിച്ചു. കിടക്കുന്ന ശബ്ദത്തോടെ ആ മാൻ്റെ കഴുത്തൊടിഞ്ഞു. നിലത്ത് വീണ് അത് പിടയുവാൻ തുടങ്ങി. ഇനിയും അതിന് തൻ്റെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല. കാരണം ഇപ്പോൾ അതിനെ പിടികൂടിയിരിക്കുന്നത് മരണമാണ്. അതെ, ഒരു കടുവയാണ് അതിനെ പിടികൂടിയിരിക്കുന്നത്. കടുവയുടെ കൂർത്ത കോമ്പലുകളും നഖങ്ങളും അതിൻ്റെ ശരീരത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിസാഹസികൾ നിറഞ്ഞ ഒരു വേട്ടക്കഥയിലേക്കാണ്. ബംഗാളിലെ ഫോറസ്റ്റ് ഓഫീസറും അതുപോലെ ഗവർണറും നടത്തിയ ഒരു വേട്ടയിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. തികച്ചും അപ്രതീക്ഷിതവും നിർഭാഗ്യകരവുമായ ഒരു കഥയാണിത്. ഒരു തെറ്റായ തീരുമാനത്തിന് എന്ത് വില കൊടുക്കേണ്ടി വരും എന്നതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ കഥ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കല്ലേ. ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഹൈപ്പ് ചെയ്യേണ്ടവർക്ക് ഹൈപ്പും ചെയ്യാം. ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു വനത്തിലേക്കാണ്. വടക്കൻ ബംഗ്ലാവിലാണ് ഈ വനം സ്ഥിതി ചെയ്യുന്നത്. നമുക്കെന്നാ ആ വനത്തിലൂടെ ഒന്ന് നടക്കാം. വടക്കൻ ബംഗ്ലാവിലെ ഡുവൂസ് പ്രദേശം ഇന്ത്യയുടെയും ഭൂട്ടാൻ്റെയും അതിർത്തി പങ്കിടുന്ന ഹിമാലയത്തിൻ്റെ കൂറ്റൻ മലനിരകളുടെ താഴ്വരയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പരപ്പായി വിരിച്ചു കിടക്കുന്ന ഒരു വന്യലോകമാണത്. അവിടെയാണ് റെഡക്, സങ്കോഷ് എന്നീ നിഗൂഢമായ വനങ്ങൾ നിലകൊള്ളുന്നത്. ഇതിലെ സങ്കോഷ് പ്രദേശത്തിലെ കാടുകൾ വല്ലാതെ വരണ്ടതാണ്. നദികളൊന്നും തന്നെ അവിടെയില്ല. എന്നാൽ നമ്മൾ ഇന്ന് പോകുവാൻ പോകുന്ന റെഡക് വനം തീർത്തും വ്യത്യസ്തമാണ്. അവിടെ കാൽ വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാകും. അവിടുത്തെ ഭൂപ്രകൃതി നിരപ്പല്ല. ചിലയിടത്ത് ഉയർന്നും ചിലയിടത്ത് താഴ്ന്നുമാണ് കിടക്കുന്നത്. ഈ പ്രദേശത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് തുറസായ സ്ഥലത്തുകൂടിയാണ്. അല്പം കൂടി മുന്നിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എത്തിച്ചേരുക സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാൻ ഭയക്കുന്ന അത്രയും ഭീകരമായ വനത്തിൻ്റെ ഉള്ളിലേക്കായിരിക്കും. അവിടെ പൊഴിഞ്ഞു കിടക്കുന്ന ഉണങ്ങിയ ഇലകളിൽ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം അതുവരെയും നിശ്ചലമായി നിശബ്ദമായി കടന്നിരുന്ന വനത്തെ ഉണർത്താൻ തക്ക കഴിവുള്ളതാണ്. ആ ശബ്ദം ഏതെങ്കിലും വന്യമൃഗം കേൾക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിയേക്കാം. ഈ റെഡക്സ് കാടിനുള്ളിലൂടെ നൂലുപോലെ നേർത്ത ചില നീർച്ചാലുകൾ ഒഴുകുന്നുണ്ട്. ചിലപ്പോൾ അവ തെളിഞ്ഞ വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്നത് കാണാം. അതെല്ലാം മറികടന്ന് നമ്മൾ വീണ്ടും കുറച്ചുകൂടി മുന്നിലേക്ക് നടക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുക ഉയരം കൂടിയ പുല്ലുകൾക്കും കുറ്റിക്കാടുകൾക്കും ഇടയിലാകും. ഇപ്പോഴും ആ നീർച്ചാല് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ കുറ്റിക്കാടിൻ്റെയും ആ വലിയ പുൽമൈതാനിയുടെയും ഇടയിലൂടെ. എന്നാൽ നമുക്കിപ്പോൾ ആ നീർച്ചാല് കാണാൻ കഴിയില്ല. അത് പുൽമൈതാനികൾക്കിടയിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. എങ്കിലും അതിനിടയിലൂടെ ഒഴുകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അതിനു ചുറ്റും കെയിൻ ബ്രിക്കുകൾ എന്ന ഒരു തരം ചെടി വളർന്നു നിൽക്കുന്നുണ്ട്. എന്താണ് കെയിൻ ബ്രിക്കുകൾ എന്ന് നിങ്ങൾക്കറിയാമോ? മുളങ്കാടുകൾ പോലെ തോന്നിക്കുന്ന എന്നാൽ അതിനേക്കാൾ കരുത്തുള്ള അങ്ങേയറ്റം ഇടതൂർന്നതുമായ കുറ്റിച്ചെടികളുടെ ഒരു കൂട്ടമാണത്. അവയുടെ രണ്ട് തണ്ടുകൾ പരസ്പരം പിണഞ്ഞു കിടക്കുന്നത് കണ്ടാൽ ഒരു പച്ച നിറത്തിലുള്ള മതിൽ കെട്ടിയതുപോലെ തോന്നും. വന്യമൃഗങ്ങൾക്ക് പോലും അതിനുള്ളിലൂടെ വഴിയുണ്ടാക്കി നടക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ അത് വെറും ഒരു പച്ചപ്പാണ്. പക്ഷേ ആ മതിലിനുള്ളിൽ
അവിടെ അഗാധമായ ഇരുട്ടാണ്, ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയാണ്. അതിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ശ്വാസോച്ഛ്വാസം പോലും നിങ്ങൾക്ക് ഭയമായി തോന്നും. ആ നിശബ്ദതയെ അത് കീറി മുറിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. ഈ ഇരുട്ടിനുള്ളിൽ ഏതെങ്കിലും ജീവി ഒളിച്ചിരിക്കുന്നോ എന്ന ചിന്ത നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തും. മാംസഭോജികളായ കടുവകൾക്കും പുള്ളിപ്പുലികൾക്കും പോലും ഒളിച്ചിരിക്കുവാൻ ഇതിലും നല്ലൊരു സ്ഥലം വേറെയില്ല. അതിനുള്ളിൽ അവ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവ അവിടെ ഉണ്ട് എന്ന് പുറം ലോകം അറിയില്ല. മണിക്കൂറുകളോളം അവർക്ക് അതിൽ പതുങ്ങിയിരിക്കാം. ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കാതെ ഇരയുടെ മേലേക്ക് മിന്നൽ വേഗത്തിൽ ചാടി വീഴാൻ കഴിയും. അതുകൊണ്ട് മാത്രമല്ല കെയിൻ മൃഗങ്ങൾ ഇത്രയും അപകടകരമായി മാറുന്നത്. അതിൻ്റെ ഇടയിലായിരിക്കാം ഈ ചതുപ്പ് പ്രദേശങ്ങൾ നിലകൊള്ളുന്നത്. കെയിൻ മൃഗങ്ങളുടെ ഇടയിൽ അങ്ങനെ മരണം കാത്തു നിൽക്കുന്നുണ്ടെന്ന് ആർക്കും മനസ്സിലാകത്തു പോലുമില്ല. നമ്മൾ ഈ കഥ പറയുമ്പോൾ നമ്മൾ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് മിസ്റ്റർ ഇ.ഒ. ഷെബീർ. ബംഗാൾ ഫോറസ്റ്റ് സർവീസിലെ വെറും ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ല അദ്ദേഹം. ഫോറസ്റ്റ് കൺസർവേറ്റർ എന്ന നിലയിൽ ആ വനത്തിൻ്റെ ഓരോ ശ്വാസവും ഓരോ നിശബ്ദതയും അവിടെ ഒളിച്ചിരിക്കുന്ന ഓരോ ചതിക്കുഴികളും അദ്ദേഹത്തിന് മനഃപ്പാടമായിരുന്നു. കടുവ വേട്ടയിൽ അദ്ദേഹം ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷെബീർ ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം ചോദ്യങ്ങളില്ലാതെ എല്ലാവരും അതനുസരിക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ബംഗാൾ ഗവർണറെ ഒരു പ്രത്യേക വേട്ടയ്ക്കായി ക്ഷണിച്ചു. അതൊരു സാധാരണ വേട്ടയായിരുന്നില്ല, മറിച്ച് ഒരു ഗംഭീരമായ കടുവ വേട്ടയായിരുന്നു. ഗവർണർ പ്രായമായ ഒരാളായിരുന്നു. പഴയ വേഗതയോ കരുത്തോ ഇപ്പോൾ അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ കാടിനുള്ളിൽ കയറി ഒരു കടുവയുമായി നേരിട്ട് ഏറ്റുമുട്ടുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു. ഇവിടെയാണ് ഷെബീർ തൻ്റെ തന്ത്രപരമായ പ്ലാൻ തയ്യാറാക്കിയത്. കാടിനുള്ളിൽ നിന്നും കടുവയെ തുരത്തി ഒരു നീർച്ചാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ആ കടുവ അരുവി മുറിച്ചു കടന്ന് കരയിലേക്ക് കടക്കുന്ന ആ നിമിഷം ഗവർണർക്ക് വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ വെടിവെക്കാം. ഒരു വേട്ടയിൽ സമയവും സ്ഥലവും കാറ്റിൻ്റെ ദിശയുമൊക്കെ അങ്ങേയറ്റം നിർണായകമാണ്. കടുവ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറുമ്പോൾ ഏതാനും നിമിഷങ്ങൾ അതിൻ്റെ ശ്രദ്ധയൊന്ന് മാറും. നനഞ്ഞൊട്ടിയ ശരീരം അതിൻ്റെ അല്പം ഭാരമായി തോന്നും. ആ ചുരുങ്ങിയ സെക്കൻഡുകൾ ഒരു വേട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവസരമാണ് നൽകുന്നത്. ഷെബീറിന് ഒരു തടസ്സം നേരിട്ടു. ഈ പ്ലാൻ അദ്ദേഹം എക്സിക്യൂട്ടീവ് ചെയ്യാനിരുന്നത് സങ്കോഷ് വനത്തിലായിരുന്നു. പക്ഷേ അവിടെ നദികളോ തടാകങ്ങളോ ഒന്നുമില്ല, ഒരു നീർച്ചാല് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാൻ അവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം മാറ്റിയത്, മറ്റൊരു സ്ഥലം തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുത്ത കാടാണ് റൈഡെക്സ്. അങ്ങനെ അവർ അവിടേക്ക് പോകുവാൻ തീരുമാനിച്ചു. റൈഡെക്സ് ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിൻ്റെ മുറ്റത്ത് വലിയ ടെൻറ്റുകൾ ഉയർന്നു കഴിഞ്ഞു. ക്യാമ്പ് ഇപ്പോൾ അവിടെ സജീവമാണ്. വേട്ടയ്ക്കുള്ള വസ്തുക്കളെല്ലാം അവിടെ ഒരുക്കിയിരിക്കുന്നു. ഓരോ റൈഫിലുകളും ഒന്നൊന്നായി എടുത്ത് തുടച്ച് മിനുക്കുന്നത് കാണാം. ഓരോ വെടിയുണ്ടകളും ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിക്കുന്നതും കാണാം. കാടിനെ അറിയാവുന്ന നാടൻ ട്രാക്കർമാർ അവിടെ ഒത്തുകൂടിയിരിക്കുന്നു. ഓരോരുത്തർക്കും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചുമതല പോലെ ഷെബീർ നൽകിക്കഴിഞ്ഞു. അന്നു വൈകുന്നേരം സൂര്യൻ പതുക്കെ ആ വനത്തിൻ്റെ പച്ചപ്പിന് പിന്നിലേക്ക് മറഞ്ഞു. മരങ്ങൾക്കിടയിലൂടെ ഒരു തണുത്ത കാറ്റ് വീശി തുടങ്ങി. ആ കാറ്റിന് വന്യമായ ഒരു ഗന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. കാടിൻ്റെ അങ്ങേയറ്റത്തു നിന്നും വന്യമൃഗങ്ങളുടെ ശബ്ദം ഇടയ്ക്കിടെ കേൾക്കാനും കഴിയുന്നുണ്ട്. പുറമേ എല്ലാം ശാന്തമായി തോന്നാം, പക്ഷേ ക്യാമ്പിലെ ഓരോ ജീവനക്കാരുടെയും ഉള്ളിൽ വലിയൊരു പിരിമുറുക്കമുണ്ടായിരുന്നു. ഗവർണറുടെ മുന്നിൽ തങ്ങളുടെ അഭിമാനം നിലനിർത്തണം. അതിനു പുറമേ അവർ നല്ലൊരു പ്രതിഫലവും പ്രതീക്ഷിക്കുന്നുണ്ട്. പിറ്റേ ദിവസം പുലർച്ചെ ഒരു ട്രാക്കർ ഓടിക്കിതച്ചുകൊണ്ടാണ് അവിടേക്ക് വന്നത്. അയാൾ ഒരു സന്തോഷ വാർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കടുവയുടെ സഞ്ചാരം അറിയുവാൻ വേണ്ടി കാടിൻ്റെ പല ഭാഗങ്ങളിലായി പശുക്കളെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നിനെ കടുവ പിടിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായിട്ടായിരുന്നു അദ്ദേഹം അവിടേക്ക് എത്തിയത്. ഷെബീർ ആ നിമിഷം തന്നെ എല്ലാം മനസ്സിലാക്കി. അദ്ദേഹം പതുക്കെ പശുവിനെ കെട്ടിയിരുന്ന ആ സ്ഥലത്തേക്ക് നീങ്ങി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച മണ്ണിൽ കൂടെ കടുവ തൻ്റെ ഇരയെ വലിച്ചിടിച്ചു കൊണ്ടുപോയ പാടായിരുന്നു. അതവിടെ വ്യക്തമായി തന്നെ കാണാം. മണ്ണ് ഉഴുതുമറിച്ചതുപോലെ ഇരിക്കുന്നു. ചുറ്റുമുള്ള കുറ്റിച്ചെടികൾ കടുവയുടെ കരുത്തിൽ ഒടിഞ്ഞു തകർന്നിരിക്കുന്നു. വായുവിൽ രക്തത്തിൻ്റെയും പച്ചമാംസത്തിൻ്റെയും ഗന്ധം അലിഞ്ഞു ചേർത്തിരിക്കുന്നു. അത് അവിടെയാകെ പടർന്നിരിക്കുന്നു. ഈ സമയത്ത് തന്നെ അദ്ദേഹം ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചു.
അവിടെ ഇപ്പോൾ കട്ട പിടിച്ചു നിൽക്കുന്നത് നിശബ്ദതയാണ്. മരച്ചില്ലകളോ ഇലകളോ ഒന്നും അനങ്ങുന്നില്ല. പക്ഷികൾ പാടുന്നില്ല. കടുവയുടെ സാന്നിധ്യം കാരണം അവിടെ നിന്നും മൃഗങ്ങൾ മറ്റെവിടേക്ക് ഓടിപ്പോയിരിക്കുന്നു. ഷബീർ പിന്നെ ഒട്ടും താമസിച്ചില്ല. താഴെ മണ്ണിൽ പതിഞ്ഞിരുന്ന ആ കടുവയുടെ കാലടയാളത്തിൻ്റെ അരികിലേക്ക് നടന്നു. അവിടെ കുനിഞ്ഞു കടന്ന് ആ കാലടയാളം പരിശോധിച്ചു. ആ കൂറ്റൻ കാൽപ്പാടുകൾ മണ്ണിൽ ആഴ്ന്നു കിടക്കുന്നു. അതൊരു സാധാരണ കടുവയുടേതല്ല. അവിടുത്തെ കാടിനെ വിറപ്പിക്കുന്ന അനുഭവസമ്പത്തുള്ള ഒരു കൂറ്റൻ ആൺകടുവയുടേത് തന്നെയാണ്. അദ്ദേഹം ചുറ്റും നോക്കി. ഇരയും കൊണ്ട് കടുവ പോയിരിക്കുന്നത് കാടൽപ്പം തുറസായി കിടക്കുന്ന ഭാഗത്തേക്കാണ്. അതിൻ്റെ അപ്പുറത്ത് താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ നീർച്ചാലുണ്ട്. ഷബീറിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു പ്ലാൻ തെളിഞ്ഞു കഴിഞ്ഞു. കടുവ തങ്ങളുടെ ഇരയെ മുഴുവനായി കഴിച്ചു തീർത്തിട്ടില്ല എങ്കിൽ അതിനടുത്തേക്ക് വീണ്ടും വരാറുണ്ട്. അദ്ദേഹം കാറ്റിൻ്റെ ദിശ ഒന്നുകൂടി പരിശോധിച്ചു. കാറ്റ് അവരുടെ നേർക്കാണ് വീശുന്നത്. അതായത് തങ്ങൾ അവിടെ ഉള്ള കാര്യം കടുവയ്ക്ക് അറിയില്ല. അദ്ദേഹം ട്രാക്കർമാർക്ക് വളരെ താഴ്ന്ന സ്വരത്തിൽ നിർദ്ദേശങ്ങൾ നൽകി. പ്ലാനുകൾ ഇപ്പോൾ വ്യക്തമാണ്. പക്ഷേ റഡക്കിൻ്റെ ആ ഭാഗം അങ്ങേയറ്റം ഭീകരമാണ്. ചെറിയ തോടുകൾ ഒഴുകുന്ന ആ ചതുപ്പ് നിലങ്ങളിൽ കാട് അതിൻ്റെ ഏറ്റവും വന്യമായ രൂപത്തിലാണ് നിൽക്കുന്നത്. അവിടെ ഭൂമി നിരപ്പല്ല. കല്ലുകൾ താഴേക്ക് ആഴ്ന്നു പോകുന്ന ചതുപ്പുകൾ, അതിനു മുകളിൽ സൂര്യപ്രകാശത്തെ പോലും തടഞ്ഞു നിർത്തുന്ന ആ ഇടതൂർന്ന കെയിൻ കാടുകൾ. ആ കെയിൻ കാടിനുള്ളിലേക്ക് നോക്കുമ്പോൾ കടുവ അവിടെ ഉണ്ടോ എന്ന് ഒരാൾക്ക് പോലും പറയാൻ കഴിയില്ല. കടുവയുടെ ശരീരത്തിൻ്റെ നിറം ഉണങ്ങിയ പുല്ലിൻ്റെയും ഇലകളുടെയും ഇടയിൽ അത്രമേൽ അലിഞ്ഞു ചേർന്ന് കിടക്കുകയാണ്. ഇപ്പോൾ ആ സംഘം എത്തിച്ചേർന്നത് ആ പ്രദേശത്തേക്കാണ്. ഒരു കാറ്റ് പതിയെ അവിടേക്ക് വീശി. ഇലകൾ പരസ്പരം ഉരയുന്ന ശീൽക്കാര ശബ്ദം ഇപ്പോൾ അവിടുത്തെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കേൾക്കാൻ കഴിയും. ആ ശബ്ദത്തിൽ കടുവയുടെ അനക്കം ആരും തിരിച്ചറിഞ്ഞില്ല. ഷബീർ പതുക്കെ ആ കാടിൻ്റെ ഓരോ ഭാഗവും നിരീക്ഷിച്ചു. കടുവയെ നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിലും അത് തങ്ങളെ നോക്കി അവിടെ ഇരിപ്പുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ആ മരണം, അത് അവിടെ പതുങ്ങിയിരിക്കുകയാണ്. ഇനി ഏതൊരു നിമിഷം വേണമെങ്കിലും ഇലപ്പടർപ്പുകളുടെയിൽ നിന്നും അത് തങ്ങൾക്കു മേലേക്ക് ചാടി വീഴാം. ഒരുപാട് സമയം അവിടെ അവർ ചെലവഴിച്ചു. കടുവയെ മാത്രം കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചില്ല. വൈകുന്നേരമായപ്പോഴേക്കും അവർ തിരച്ചിൽ അവസാനിപ്പിച്ച് തിരികെ അവരുടെ ക്യാമ്പിലേക്ക് പോയി. സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ആ വനത്തിൻ്റെ മുകളിൽ പതുക്കെ പടരുകയാണ്. ആകാശത്ത് അങ്ങിങ്ങായി ചെറിയ മേഘങ്ങൾ തെളിയുന്നു. രാത്രിയിലെ ആ തണുപ്പ് കാറ്റിൻ്റെ ഓരോ തഴുകലിലും ഇപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ക്യാമ്പിൽ ഇപ്പോഴും വലിയ തിരക്കാണ്. ഷബീറിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും വളരെ വേഗത്തിൽ നടന്നു. ഓരോ ആനയുടെയും പുറത്ത് കൃത്യമായി ആളുകൾക്കിരിക്കുവാൻ പറ്റിയ ഇരിപ്പിടങ്ങൾ ഉറപ്പിച്ചു. അഴിഞ്ഞു പോകുവാതിരിക്കുവാൻ വേണ്ടി ആനയുടെ പാപ്പാന്മാർ വീണ്ടും വടങ്ങൾ ഉപയോഗിച്ച് അത് ആഞ്ഞു മുറുക്കുന്നുണ്ട്. ഓരോ ആനയും വനത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവയുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും അവ ചലിപ്പിക്കുമ്പോൾ ഇരിപ്പിടം കെട്ടിവെച്ചിരിക്കുന്ന ആ വടമുണ്ടല്ലോ, ആ വടങ്ങൾ തമ്മിൽ ഉരസുമ്പോഴുണ്ടാകുന്ന ശബ്ദം, അതിപ്പോൾ വനത്തിൻ്റെ നിശബ്ദതയെ ഭേദിക്കാൻ പോകുന്ന ഒന്നായി മാറി. പതിയെ ആനയുടെ പുറത്തേറിയ ആ സംഘം വനത്തിലൂടെ നടന്നു നീങ്ങി. നമ്മൾ തലേന്ന് നിർത്തിയ സ്ഥലമുണ്ടല്ലോ, ഒരു അരുവിയുടെ കാര്യം പറഞ്ഞല്ലേ, അരുവി ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ആ സംഘം ആളുകൾ പോകുന്നത് ഷബീറിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ കുറച്ചു ദൂരം നടന്നു ചെന്നപ്പോഴേക്കും അവർ ആ അരുവിയുടെ അരികിലേക്ക് എത്തി. അതായത് ആന ആ അരുവി മുറിച്ചു കിടക്കുന്ന ആ ഭാഗത്ത്, അതായത് ആ നീർച്ചാലിൻ്റെ അപ്പുറം കൃത്യമായ അകലത്തിൽ ആനകളെ അവർ നിർത്തി. കടുവ ഈ നീർച്ചാല് കടന്ന് കരയിലേക്ക് കയറുമ്പോൾ കൃത്യമായി ഗവർണറുടെ റൈഫിലിന് മുന്നിൽ പെടത്തക്ക രീതിയിലാണ് അത് ക്രമീകരിച്ച് നിർത്തിയത്. ഇതൊരു ചതുരംഗം കളി പോലെയാണ്. ഓരോ കരുവും ഷബീർ കൃത്യമായി നീക്കി. താനിട്ട പദ്ധതി പാളത്തില്ല എന്ന് ഷബീർ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. തൻ്റെ പദ്ധതി പ്രകാരം എല്ലാം തയ്യാറായ ശേഷം ഷബീർ തൻ്റെ കൂടെയുള്ളവർക്ക് ഒരു സിഗ്നൽ നൽകി. അതായത് ഹംഗകൾക്ക്, അതായത് ബീറ്റർ സംഘത്തിന്. കാടിൻ്റെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ദൂരെ നിന്നും ബീറ്റർ സംഘങ്ങൾ അവരുടെ പണി തുടങ്ങി. ഉച്ചത്തിൽ അലറുവാനും അവരുടെ കൈവശമുണ്ടായിരുന്ന വടികൾ ഉപയോഗിച്ച് മരങ്ങളിലും കുറ്റിക്കാടുകളിലും ശക്തമായി അടിച്ച് കാടിളക്കി ഒരു വലിയ പട ദൂരെ നിന്നും നടന്നു വരുന്നുണ്ട്. അതിൻ്റെ അലവലികൾ കാടിനെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. കാട്ടിലെ മൃഗങ്ങൾ വരണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടുകയാണ്. അവരുടെ കൂട്ടമായ നിലവിളികൾ ആ വനത്തിനുള്ളിൽ ഭീകരമായി പ്രതിധ്വനിച്ചു. ആനകൾ തങ്ങളുടെ വലിയ കാലുകൾ വെച്ച് മുന്നോട്ട് നടന്നു നീങ്ങുകയും ചെയ്തു.
അതോടൊപ്പം ഭൂമി പോലും വിറയ്ക്കുന്നത് പോലെയാണ് അപ്പോൾ അനുഭവപ്പെടുന്നത്. കാടിനെ ഒന്നടങ്കം അതുണർത്തി. ഇത്രയും കോലാഹലങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഒരു കടുവയ്ക്ക് എവിടെയും ഒളിച്ചിരിക്കുവാൻ സാധിക്കില്ല. അതിന് പുറത്തിറങ്ങാതെ ഒരു രക്ഷയില്ല എന്ന രീതിയിലെത്തും. ഷെബീർ തന്നെയായിരുന്നു എല്ലാവർക്കും മുന്നിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു പാട് എലിഫൻറ്റിൻ്റെ പുറത്തിരുന്നു കൊണ്ട് ചുറ്റുപാടും തൻ്റെ കണ്ണോടിച്ച് നിരീക്ഷിക്കുകയാണ്. ഒരു നിമിഷം പോലും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് വിശ്രമമില്ല. കാടിൻ്റെ ഓരോ ചെറിയ അനക്കവും അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നിലായി ഗവർണറുടെ ഏറ്റവും മികച്ച ഷാർപ്പ് ഷൂട്ടർമാരിൽ ഒരാളായ സെക്യൂരിറ്റി ഗാർഡും അദ്ദേഹത്തിൻ്റെ റൈഫിലുമായി ഇരിപ്പുണ്ട്. റൈഫിലിൻ്റെ ആ തണുത്ത ലോഹം അയാളുടെ കൈകളിൽ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. ഏതു നിമിഷവും കാഞ്ചി വലിക്കാൻ അയാൾ തയ്യാറാണ്. ഈ സമയം ഷെബീറിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പിരിമുറുക്കമുണ്ടാകുന്നു. കടുവ പ്ലാൻ ചെയ്ത വഴിയിലൂടെ തന്നെ വരുമോ, അതോ അത് കാടിൻ്റെ വന്യതയിലേക്ക് മറഞ്ഞു പോകുമോ? അങ്കയുടെ ശബ്ദം അടുത്തടുത്തായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷിമൃഗാദികൾ ഭയന്ന് നാലുപാടും ഓടുന്നു. പെട്ടെന്ന് ആ ഇടതൂർന്ന കെയിൻ കാടുകൾക്കിടയിൽ നിന്നും ഒരനക്കം. കാറ്റിലാടുന്ന ഇലകളുടെ ശബ്ദമായിരുന്നില്ല അത്. കനത്ത എന്തോ ഒന്ന് ആ കാടിനുള്ളിൽ നീങ്ങുന്നുണ്ട്. കെയിൻ ചെടികളുടെ ആ പച്ച മതിലുകൾക്കുള്ളിൽ ഒരു കനത്ത നിഴൽ പതുക്കെ പുറത്തേക്ക് വരുന്നത് ഷെബീർ കണ്ടു. എല്ലാവരുടെയും ശ്വാസം ഒരു നിമിഷം നിലച്ചു. അതാ ആ കടുവ. അതൊരു ഭീമാകാരനായ കടുവയായിരുന്നു. അതിൻ്റെ ശരീരത്തിലെ മഞ്ഞയും കറുപ്പും വരകൾ വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. കടുവയുടെ നടത്തം വേഗത്തിലായിരുന്നു. പക്ഷേ അതിനൊട്ടും പരിഭ്രാന്തി ഉണ്ടായിരുന്നില്ല. കാരണം അതിനെ മനഃപൂർവ്വം ആരോ ഓടിക്കുകയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കടുവയ്ക്ക് രക്ഷപ്പെടാനുള്ള വഴി അത് തന്നെ തിരയുകയാണ്. കടുവ ഒരു നിമിഷം അവിടെ നിന്നു. തൻ്റെ വലിയ തല ഉയർത്തി ചുറ്റുപാടും സസൂക്ഷ്മം നിരീക്ഷിച്ചു. വായുവിൽ ആ കടുവയുടെ മുരൾച്ച അലയടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കാത്തുനിന്ന ആ നിമിഷത്തിലേക്ക് കഥ പോകുകയാണ്. പക്ഷേ ഷെബീറിനെയും മറ്റുള്ളവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ കടുവ തൻ്റെ ദിശ പെട്ടെന്ന് മാറ്റി. അത് ഗവർണർ കാത്തുനിന്ന ഭാഗത്തേക്കല്ല തിരിഞ്ഞത്, മറിച്ച് നീർച്ചാലിൻ്റെ മറ്റൊരു വശത്തേക്കാണ്. അത് ഇടതൂർന്ന ഇരുളടഞ്ഞ ഭാഗമാണ്. അവിടേക്കാണ് ഇപ്പോൾ ആ കടുവ കുതിച്ചു ചാടിയിരിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് തങ്ങളുടെ പദ്ധതികളെല്ലാം അവതാളത്തിലാക്കുവാൻ അത് മതിയായിരുന്നു. കടുവ ആ നീർച്ചാലിലേക്ക് എടുത്തു ചാടി. വെള്ളം തെറിക്കുന്ന ശബ്ദം അവിടെ മുഴങ്ങി കേൾക്കാമായിരുന്നു. കടുവ അതിവേഗം നീർച്ചാലിലൂടെ നീന്തുകയാണ് അക്കരെ എത്തുവാൻ വേണ്ടി. ഗവർണർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോൾ ആ കടുവ വളരെ അകലെയാണ്. പക്ഷേ അവിടെയാണ് ഷെബീർ മുന്നേ പറഞ്ഞ ഗവർണറുടെ ഷാർപ്പ് ഷൂട്ടറെ നിർത്തിയിരിക്കുന്നത്. ഷാർപ്പ് ഷൂട്ടർ തൻ്റെ റൈഫിൽ ഉയർത്തി. ആ കടുവയുടെ ഓരോ നീക്കവും അയാൾ ശ്രദ്ധിച്ചു. അതിനുശേഷം തൻ്റെ റൈഫിലിൻ്റെ ടെലിസ്കോപ്പിലൂടെ അയാൾ ആ കടുവയ്ക്ക് നേരെ നോക്കി. കടുവയെ കൃത്യമായി അയാൾക്കിപ്പോൾ കാണാൻ സാധിക്കും. കടുവ കരയിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ആ നിമിഷം ഒരു സെക്കൻഡ് പോലും വൈകാതെ അയാൾ കാഞ്ചിയിൽ വിരലമർത്തി. കാടിനെ നടുക്കുന്ന ആ വെടിയൊച്ച അവിടെ മുഴങ്ങി. ആ വെടിയൊച്ച റൈഡെക്സ് വനത്തിൻ്റെ ഓരോ കോണിലും ഭീകരമായി അലയടിച്ചു. റൈഫിലിൻ്റെ അറ്റത്ത് ഉയർന്ന പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിൽ പടരുന്നതിനിടയിൽ ആ വെടിയുണ്ട ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊള്ളുന്നത് ഷെബീർ കണ്ടിരുന്നു. കടുവ ഒരു നിമിഷം നിശ്ചലമായി പോയതുപോലെ തോന്നി. അതിൻ്റെ ശരീരം ഒന്ന് നടുങ്ങി. പക്ഷേ ആ വെടിയുണ്ട അതിനെ തളർത്താൻ പര്യാപ്തമായിരുന്നില്ല. അതൊരു മരണാന്തകമായ മുറിവായിരുന്നില്ല, മറിച്ച് ആ വന്യമൃഗത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുവാൻ മാത്രമേ അത് ഉതകിയുള്ളൂ. മുറിവേറ്റ കടുവ ഒരു നിമിഷം പോലും കളയാനില്ലാതെ അത് കരയിലേക്ക് ആഞ്ഞാടി. അതിൻ്റെ നനഞ്ഞ ശരീരം ആ ഇലപ്പടർപ്പുകൾക്കിടയിലൂടെ മിന്നൽ വേഗത്തിൽ മറഞ്ഞു. ഇടതൂർന്ന കെയിൻ കാടുകളിലേക്കാണ് അത് ഓടിക്കയറിയത്. ഒരു നിമിഷം മുമ്പ് കൺമുന്നിൽ ആ കൂറ്റൻ ശരീരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ കാട് വിഴുങ്ങിയിരിക്കുന്നു. ഇലകൾ ഉലയുന്ന ശബ്ദം ക്രമേണ നിലച്ചു. കാട് വീണ്ടും നിശബ്ദതയിലേക്ക് മാറി. പക്ഷേ അത് മരണത്തിന് മുന്നേയുള്ള നിശബ്ദതയായിരുന്നു. ഷെബീർ തൻ്റെ ആനപ്പുറത്ത് നിന്നും ആ കാട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. മുറിവേറ്റ കടുവയേക്കാൾ അപകടകാരിയായ ഒന്നും ഈ ലോകത്ത് ഇല്ല. ഇന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു, വേദന കൊണ്ട് പുളയുന്ന ആ കടുവ ഇപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് തങ്ങളെ നിരീക്ഷിക്കുകയായിരിക്കുമെന്ന്. വായുവിൽ ഇപ്പോഴും കരിമരുന്നിൻ്റെ അതിതീക്ഷ്ണമായ ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ അനുഭവ പരിചയമുള്ള വേട്ടക്കാർ ചെയ്യുന്നത് കുറച്ച് സമയം കാത്തിരിക്കുക എന്നതാണ്.
കടുവയുടെ മുറിവിൽ നിന്നും രക്തം വാർന്ന് അതിൻ്റെ കരുത്ത് ചോരുന്നതുവരെ, അല്ലെങ്കിൽ വേദന കടിച്ചമർത്തി അത് തളരുന്നതുവരെ. ഇതിനുവേണ്ടി പരിചയസമ്പത്തുള്ള വേട്ടക്കാർ മണിക്കൂറോളം ക്ഷമയോടെ കാത്തു നിൽക്കും. ചിലപ്പോൾ ഇങ്ങനെയുള്ള വേട്ടക്കാർ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ കാത്തിരുന്ന ശേഷം മാത്രമേ ആ കടുവയെ തിരഞ്ഞ് ഇറങ്ങാറുള്ളൂ. എന്നാൽ ഷബീർ എന്നെടുത്ത തീരുമാനമുണ്ടല്ലോ, അത് അങ്ങേയറ്റം വിചിത്രമായിരുന്നു. അദ്ദേഹം തൻ്റെ പാപ്പാന്മാരെയും ബീറ്റർമാരെയും നോക്കി നിർദ്ദേശിച്ചു, നമുക്ക് വീണ്ടും ആനകളെ മുന്നോട്ട് നീക്കാം. ആ കടുവയുടെ പുറകെ തന്നെ പോകണം. ഷബീറിനെ പോലെ വനത്തെയും വന്യമൃഗത്തെയും അറിയാവുന്ന ഒരാളിൽ നിന്നും ആരും ഇത് പ്രതീക്ഷിച്ചില്ല. ഒരു പക്ഷേ ഗവർണറുടെ മുന്നിൽ അന്ന് നടത്തിയ ആ വേട്ട പരാജയപ്പെട്ടില്ല എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ വേണ്ടിയായിരിക്കാം. അല്ലെങ്കിൽ ആ കടുവയ്ക്ക് അധിക ദൂരം പോകാൻ കഴിയില്ല എന്ന തെറ്റായ വിശ്വാസം കൊണ്ടാകാം ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഷബീർ എത്തിയത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വീണ്ടും ആനകൾ വരി വരിയായി നിന്നു. പാപ്പാന്മാർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തോട്ടി ഉപയോഗിച്ച് ആനകളെ നിയന്ത്രിക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു. സാധാരണ സാഹചര്യങ്ങളിൽ കാണിക്കുന്ന ശാന്തത ഇപ്പോൾ ആനകൾക്ക് ഇല്ലായിരുന്നു. അവയുടെ തുമ്പിക്കൈ കൂടെ കൂടെ വായുവിലേക്ക് ഉയർത്തുന്നുണ്ട്. വായുവിൽ കലർന്ന കടുവയുടെ ഗന്ധം, അതെ, മുറിവേറ്റ ആ കടുവയുടെ ക്രോധം ഇപ്പോൾ അവയ്ക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. അവ ഭയന്നുകൊണ്ടാണ് ഓരോ ചുവടും മുന്നിലേക്ക് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ മുന്നിലേക്ക് പോകുവാൻ ഭയക്കുന്നുണ്ട്. പാപ്പാന്മാരുടെ നിർദ്ദേശം പലപ്പോഴും അവ അവഗണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വീണ്ടും ബീറ്റർ സംഘം തങ്ങളുടെ പരിപാടികൾ തുടങ്ങി. മരങ്ങളിൽ ആഞ്ഞടിച്ചും ഒച്ചവെച്ചും അവർ ആ വനത്തെ പ്രകമ്പനം കൊള്ളിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ സംഘം വീണ്ടും മുന്നിലേക്ക് നടന്നു നീങ്ങി. ഷബീർ തൻ്റെ കൈവശമുണ്ടായിരുന്ന റൈഫിലിൻ്റെ ലോക്ക് ഒന്നുകൂടി പരിശോധിച്ചു. കാരണം അദ്ദേഹത്തിന് നല്ല പോലെ അറിയാമായിരുന്നു മരണം ആ പച്ചപ്പുകൾക്കിടയിൽ എവിടെയോ പതുങ്ങിയിരിപ്പുണ്ടെന്ന്. ഏതു നിമിഷവും തങ്ങളെ തേടി ആ മരണം പുറത്തേക്ക് ചാടി വരുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഇത്തവണ കാടിൻ്റെ അന്തരീക്ഷം തീർത്തും മാറിയിരുന്നു. ആനകൾ മുന്നോട്ട് നീങ്ങാൻ മടിക്കുകയാണ്. അവയുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ട്. ഓരോ ചുവടും വളരെ സാവധാനം, ഒരുതരം പേടിയോടെയാണ് അവ വയ്ക്കുന്നത്. ആനകളുടെ ചെവികൾ വല്ലാതെ വിറയ്ക്കുന്നു. അവയുടെ തുമ്പിക്കൈകൾ കൂടുതൽ ഉയർന്ന വായുവിനെ മണത്തു നോക്കുന്നുണ്ട്. അവൻ ഇവിടെ തന്നെയുണ്ട്, വളരെ അടുത്ത് തന്നെ. അവൻ ഇവിടെ എവിടെയോ പതുങ്ങിയിരിപ്പുണ്ട്. ആനകളുടെ ആ വെപ്രാളം കണ്ട് പാപ്പാന്മാർ പരസ്പരം മന്ത്രിച്ചു. മൃഗങ്ങൾക്ക് മുൻകൂട്ടി അപകടം മണത്തറിയുവാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് എവിടെയോ അപകടം പതുങ്ങിയിരിക്കുന്നുണ്ട്. എങ്കിലും ഷബീർ ആനകളെ ആ ഇടതൂർന്ന കെയിൻ കാടുകൾക്കിടയിലേക്ക് നയിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ചെടികൾ അത്രമേൽ അടിയുറച്ചതായിരുന്നു. മുള്ളുകൾ നിറഞ്ഞ ആ വള്ളിച്ചെടികൾ ഒരു മതിൽ പോലെ ആനകളെ തടഞ്ഞു. ആനകൾ മറ്റൊരു തന്ത്രം ഉപയോഗിച്ചു. അവ നേരിട്ട് ആ കാടിനുള്ളിലേക്ക് കയറുന്നതിന് പകരം അതിനു ചുറ്റുമുള്ള ചെറിയ മരങ്ങൾ തങ്ങളുടെ കൊമ്പുകൾ കൊണ്ടും നെറ്റികൊണ്ടും തള്ളി മറിച്ചിടാൻ തുടങ്ങി. കൂറ്റൻ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുന്ന ശബ്ദം ആ വനത്തിലാകെ മുഴങ്ങിക്കേട്ടു. ആ കെയിൻ കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന കടുവയെ പേടിപ്പിച്ച് പുറത്തെത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അരമണിക്കൂറോളം ഇത് തുടർന്നു. മരങ്ങൾ വീണുകൊണ്ടിരുന്നു. പൊടിപടലങ്ങൾ ഉയർന്നു. എങ്കിലും ആ കടുവയുടെ ഒരു അനക്കവുമില്ല. അവിടെയുള്ള ഓരോ മനുഷ്യർക്കും ഓരോ കാര്യം തീർച്ചയായിരുന്നു, തങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ആ ഇരുണ്ട പച്ചപ്പിനുള്ളിൽ നിന്നും തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടെന്ന്. അന്തരീക്ഷം വല്ലാതെ ഭാരപ്പെട്ടതുപോലെ വായുവിൽ ഒരു വല്ലാത്ത പിരിമുറുക്കം അവർക്ക് അനുഭവപ്പെട്ടു. കടുവകൾ സാധാരണയായി ഇത്ര നേരം നിശബ്ദമായിരിക്കില്ല. പരിക്കേറ്റ കടുവ ഇപ്പോൾ ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അത് തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ ആ നിശബ്ദത ഒരു വലിയ കൊടുങ്കാറ്റിന് മുന്നേ ഉള്ളതായിരുന്നു. ഷബീർ തൻ്റെ ആനയെ മറ്റുള്ളവരിൽ നിന്നും അല്പം മുന്നിലേക്ക് നയിച്ചു. അതൊരു സാഹസികമായിരുന്നു. പക്ഷേ തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുവാൻ അയാൾക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നുള്ളൂ. ആനയുടെ ഓരോ ചുവടും മണ്ണിൽ അമർന്നു പതിഞ്ഞു. പെട്ടെന്ന് ആ കെയിൻകാടുകൾക്കുള്ളിൽ നിന്നും ഒരു ഭീമാകാരമായ ഇളക്കം. കാട് പിളർന്നു മാറുന്നതുപോലെ തോന്നി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, മുരൾച്ചയുമില്ലാതെ ഒരു മിന്നൽ പിണർപ്പ് പോലെ ആ കടുവ പുറത്തേക്ക് കുതിച്ചു. കടുവ സാധാരണയായി ഇരകളെ ഭയപ്പെടുത്തുവാനായി മുരളാറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല. ഈ കടുവയ്ക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തൻ്റെ വേദനയ്ക്ക് കാരണമായവരെ ഇല്ലാതാക്കുക. ആ പച്ചപ്പ് വകഞ്ഞു മാറ്റി ഒരു വലിയ നിഴൽ പോലെ
അത് വായുവിൽ ഉയർന്നു ചാടി. ഒരു നിമിഷം കൊണ്ട് ആ കൂറ്റൻ ആനയുടെ തുമ്പിക്കൈയിൽ കടുവയുടെ പല്ലും നഖവും ആഴ്ന്നിറങ്ങി. ആന വേദന കൊണ്ട് വായുവിൽ തുമ്പിക്കൈ വീശി ഒരു ഭീമാകാരമായ ശബ്ദം പുറപ്പെടുവിച്ചു. ആ വനത്തിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആ നിലവിളി കിലോമീറ്ററോളം ദൂരെ കേൾക്കാമായിരുന്നു. തുമ്പിക്കൈയിൽ തൂങ്ങിക്കിടക്കുന്ന ആ കടുവയുടെ രൗദ്രരൂപം അത് കണ്ടപ്പോൾ പാപ്പാൻ പോലും വിറച്ചുപോയി. കടുവ തൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് ആനയെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കുകയാണ്. വേദനയും ക്രോധവും ആ മൃഗത്തെ അന്ധനാക്കിയിരിക്കുന്നു. എന്നാൽ ആനയും വനത്തിലെ നിസ്സാരനായ ഒരു ജീവിയല്ലല്ലോ. തൻ്റെ തുമ്പിക്കൈയിലെ ആ ഭാരത്തെയും വേദനയെയും അതിജീവിക്കാൻ ആന ഒരു തന്ത്രം പ്രയോഗിച്ചു. അതിൻ്റെ മുന്നിലെ കാലുകൾ പതുക്കെ മണ്ണിലേക്ക് മടക്കി ശരീരം മുഴുവൻ താഴേക്ക് താഴ്ത്തി. ആനയുടെ ഉദ്ദേശം വ്യക്തമായിരുന്നു. തൻ്റെ ഭാരമേറിയ ശരീരം ഉപയോഗിച്ച് കടുവയെ മണ്ണിലിട്ട് ചതച്ചരയ്ക്കുക. ആ വലിയ ശരീരം മണ്ണിലേക്ക് പതിക്കുമ്പോൾ ചുറ്റുമുള്ള ഭൂമി കുലുങ്ങുന്നതായി ഷെബീറിന് തോന്നി. മണ്ണും പൊടിയും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്ന കുറ്റിച്ചെടികളെല്ലാം തകർന്നു വീണു. ഷെബീർ ആനയുടെ മുകളിൽ കെട്ടിവെച്ചിരുന്ന ആ ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നു. എന്നിട്ട് അദ്ദേഹം ആനയുടെ പുറത്ത് മുറുകെ പിടിച്ചു. ഈ ആന താഴെ വീണാൽ മരണം ഉറപ്പാണ് എന്ന ചിന്തയെല്ലാം അയാളുടെ തലയിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നുപോയി. ഇരിപ്പിടം ആടുകയായിരുന്നു. താഴെ കടുവയും ആനയും തമ്മിൽ ജീവൻ മരണ പോരാട്ടം നടക്കുന്നു. ഇരിപ്പിടം മുറുകെ കെട്ടിവെച്ചിരുന്ന ആ വടങ്ങളുണ്ടല്ലോ, അത് ഓരോന്നായി അഴയാൻ തുടങ്ങി. ഷെബീറുടെ തൊട്ടു പിന്നിലിരുന്നിരുന്ന ആ ഷാർപ്പ് ഷൂട്ടറുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. ആന തൻ്റെ ശരീരം പെട്ടെന്ന് താഴേക്ക് വെട്ടിച്ചപ്പോൾ അയാളുടെ ബാലൻസ് നിലനിർത്താൻ കഴിഞ്ഞില്ല. അയാളുടെ കയ്യിലെ റൈഫിൾ വഴുതിപ്പോയി. അയ്യോ എന്നൊരു നിലവിളിയാണ് ഷെബീർ കേട്ടത്. അടുത്ത നിമിഷം ആ ഷാർപ്പ് ഷൂട്ടർ ഇരിപ്പിടത്തിൽ നിന്നും വായുവിലേക്ക് തെറിച്ചു വീഴുന്നത് ഷെബീർ ഭീതിയോടെ കണ്ടു. അയാൾ കടുവയുടെ തൊട്ടടുത്തുള്ള ആ ചതുപ്പിലേക്കാണ് വന്നു പതിച്ചത്. നിലത്തു വീണ അയാളുടെ ചുറ്റും പൊടിപടലങ്ങൾ ഉയർന്നു. ഒരു നിമിഷം ലോകം നിശ്ചലമായതുപോലെ തോന്നി. കടുവ ഇപ്പോൾ ആനയുടെ തുമ്പിക്കൈയിൽ നിന്നും പിടിവിട്ടു. അതിൻ്റെ ശ്രദ്ധ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മണ്ണിൽ വീണ് കിടക്കുന്ന നിസ്സഹായനായ മനുഷ്യനിലേക്കാണ്. ആ നരഭോജിയുടെ കണ്ണുകളിൽ ഇപ്പോൾ ഇരയെ കിട്ടിയ ആവേശമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, നിലത്ത് വീണ ഉടനെ തന്നെ അയാൾക്ക് അവിടെ നിന്നും മാറിയാൽ പോരായിരുന്നു എന്ന്. നിലത്ത് വീണ ഉടനെ തന്നെ ആ മനുഷ്യൻ്റെ ബോധം ഒന്നു മങ്ങി. ചുറ്റുമുയർന്ന പൊടിപടങ്ങൾക്കിടയിലൂടെ അയാൾ മുകളിലെ ആ പച്ചപ്പുകൾ കറങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. താൻ മണ്ണിലാണ് വീണതെന്ന് തിരിച്ചറിയാൻ പോലും അയാൾക്ക് ഏതാനും നിമിഷങ്ങൾ വേണ്ടി വന്നു. എന്നാൽ അവിടെ നിന്ന് ആ കടുവയ്ക്കുണ്ടല്ലോ ആശയക്കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആനയുടെ തുമ്പിക്കൈയിലെ തൻ്റെ ഭീമമായ ആ പിടി അത് പെട്ടെന്ന് വിട്ടു. അതിൻ്റെ ലക്ഷ്യം ഇപ്പോൾ ആനയല്ല, മറിച്ച് തൻ്റെ മുന്നിൽ നിസ്സഹായനായി വീണ് കിടക്കുന്ന ആ മനുഷ്യനാണ്. ആനയുടെ തുമ്പിക്കൈയിൽ നിന്നും ചോരയൊലിച്ചുകൊണ്ടിരുന്നു. ആ കടുവ ഇപ്പോൾ തൻ്റെ കൂറ്റൻ ശരീരം തിരിച്ചു. മണ്ണിൽ കിടന്ന ഷാർപ്പ് ഷൂട്ടർക്ക് നേരെ കുതിച്ചു. കടുവയുടെ ആ ഭീമമായ ഗർജനം വായുവിനെ കീറിമുറിച്ചു. ആ നിമിഷം ആ വനത്തിൽ വായുവിന് മരണത്തിൻ്റെ ഗന്ധമായിരുന്നു. പക്ഷേ ആ ഷാർപ്പ് ഷൂട്ടർ ഒരു സാധാരണക്കാരനായിരുന്നില്ല. മരണം തൊട്ടു മുന്നിലെത്തിയിട്ടും അയാളുടെ പോരാട്ട വീര്യം ചോർന്നു പോയിരുന്നില്ല. നിലത്ത് വീണ ആഘാതത്തിലും അയാൾ തൻ്റെ മനസാന്നിധ്യം കൈവിട്ടില്ല. തൻ്റെ അരയിലിരുന്ന 2 റിവോൾവറുകൾ അയാൾ മിന്നൽ വേഗത്തിൽ പുറത്തെടുത്തു. കടുവ തൻ്റെ മേൽ ചാടി വീഴാൻ തുടങ്ങിയ ആ നിമിഷം 1 2 അല്ല, കയ്യിലുള്ള 2 തോക്കുകൾ ഉപയോഗിച്ച് അയാൾ തുടരെ വെടിയുതിർത്തു. കാടിനെ വിറപ്പിച്ചുകൊണ്ട് ആ വെടിയൊച്ചകൾ മുഴങ്ങി. കടുവയുടെയും ആ മനുഷ്യൻ്റെയും ഇടയിലുള്ള ദൂരം വെറും ഇഞ്ചുകൾ മാത്രമായി. അത്രയും അടുത്തു നിന്നുള്ള ഓരോ വെടിയുണ്ടയും കടുവയുടെ ശരീരത്തിൽ തുളച്ചു കയറുന്നത് ആ ഷാർപ്പ് ഷൂട്ടറിന് കാണാമായിരുന്നു. ഓരോ വെടിയുണ്ട ഏൽക്കുമ്പോഴും ആ കടുവ വന്യമായ ശരീരം വായുവിൽ വെട്ടിവിറച്ചു. മണ്ണും ഇലകളും രക്തവും അന്തരീക്ഷത്തിൽ ചിതറിത്തെറിച്ചു. ആ മനുഷ്യനും കടുവയും തമ്മിലുള്ള ആ ജീവമരണ പോരാട്ടം കണ്ട് ചുറ്റുമുള്ള ലോകം നിശ്ചലമായി നിന്നുപോയി. ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാൻ അവിടെ ഉണ്ടായിരുന്ന ആനകൾക്ക് കഴിഞ്ഞില്ല. കാടിൻ്റെ രാജാവായ കടുവയും സായുധനായ മനുഷ്യനും തമ്മിലുള്ള ആ ഭീമമായ ഏറ്റുമുട്ടൽ അവയെ അങ്ങേയറ്റം ഭയപ്പെടുത്തി.
ആനകളുടെ ആത്മനിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒന്നൊന്നായി അവിടെ നിന്ന് ആനകൾ ഭയന്ന് ഓടാൻ തുടങ്ങി. പാപ്പാന്മാർ തങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് തോട്ടികൾ കൊണ്ട് വടങ്ങൾ കൊണ്ടും അവയെ തടയാൻ ശ്രമിച്ചു. പക്ഷേ ആനകൾ ആ പാപ്പാന്മാരെ അനുസരിച്ചില്ല. തങ്ങളുടെ പുറത്തിരിക്കുന്ന മനുഷ്യനെക്കുറിച്ചോ അവയുടെ പുറത്ത് വെച്ച് കെട്ടിയിരിക്കുന്ന ഇരിപ്പിടത്തെക്കുറിച്ചോ ആനകൾ ചിന്തിച്ചില്ല. ജീവനും കൊണ്ട് രക്ഷപ്പെടുക എന്നതായിരുന്നു അവയുടെ ലക്ഷ്യം. ആനകൾ ഓടുമ്പോൾ അവയുടെ ഭാരമേറിയ പാദങ്ങൾ മണ്ണിൽ പതിക്കുന്ന ശബ്ദം ഒരു ഭൂകമ്പം പോലെ വനത്തിലാകെ മുഴങ്ങി. വള്ളിച്ചെടികളും ചെറിയ മരങ്ങളും അവയുടെ ഓട്ടത്തിൽ കടമുഴകി വീണു. ആ ക്രൂരമായ പോരാട്ടം നടന്ന ആ പ്രദേശം നിമിഷങ്ങൾക്കുള്ളിൽ ശൂന്യമായി. അവിടെ ഇപ്പോൾ ആ പരിക്കേറ്റ കടുവയും നിലത്തു വീണ് കിടക്കുന്ന ആ മനുഷ്യനും മാത്രം. ആനകൾ എങ്ങോട്ടോ പാഞ്ഞു പോയി കഴിഞ്ഞു. കാട്ടിലാകെ ഉയർന്ന പൊടിപടലങ്ങൾക്കിടയിൽ ആരുടെ രക്തമാണ് കൂടുതൽ വീണതെന്ന് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല. ഓരോ സെക്കൻഡും ഓരോ യുഗം പോലെയാണ് അപ്പോൾ കടന്നുപോയത്. ഭയന്നുപോയ ആനകളെ തളയ്ക്കാൻ പാപ്പാന്മാർ തങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ചു. നിർത്തൂ, നിർത്തൂ എന്ന് അവർ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. തോട്ടികൾ ആനയുടെ കുംഭത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടും വേദനയേക്കാൾ വലിയ ഭയം ആ മൃഗങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. മരങ്ങൾ കടപുഴകുന്ന ശബ്ദവും ആനകളുടെ ചിഹ്നം വിളിയും ആ കാടിനെ ഒരു യുദ്ധഭൂമിയാക്കി മാറ്റി. ഷെബീർ ആനയുടെ പുറത്ത് കെട്ടിവെച്ചിരിക്കുന്ന ആ ഇരിപ്പിടത്തിൽ മുറുകെ പിടിച്ചിരുന്നു. തൻ്റെ കൂടെയുണ്ടായിരുന്ന ആ മനുഷ്യനെ മരണത്തിലേക്ക് നയിച്ചിട്ട് ആനയുടെ പുറത്തേറി ഇങ്ങു വന്നതിൻ്റെ കുറ്റബോധം അയാളെ വല്ലാതെ അലട്ടി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനകൾ പതുക്കെ ശാന്തമായി. അവരുടെ വലിയ ശരീരം ഇപ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓരോ ആനയുടെയും ശ്വാസോച്ഛ്വാസം വലിയ കാറ്റുപോലെ ആ നിശബ്ദതയിൽ മുഴങ്ങിക്കേട്ടു. ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് തകർന്നു കിടക്കുന്ന വനമാണ്. ഷെബീർ ചുറ്റുമുള്ളവരെ നോക്കി. ആരുടെയും മുഖത്ത് ജീവൻ്റെ ലക്ഷണങ്ങളില്ല. എല്ലാവരും അപ്പോഴേക്കും ആ ഭീകരമായ കാഴ്ചയുടെ നടുക്കത്തിലായിരുന്നു. പക്ഷേ ഷെബീറിന് അവിടെ വെറുതെ നിൽക്കാൻ കഴിയുമായിരുന്നില്ല. നമുക്ക് തിരിച്ചു പോകണം, അദ്ദേഹം വളരെ ഗൗരവത്തിൽ പറഞ്ഞു. ആർക്കും അതിന് മറുപടി ഉണ്ടായില്ല. തൻ്റെ കൂടെ വന്ന ഒരാളെ അവിടെ ഉപേക്ഷിച്ചു പോകുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അവർ പതുക്കെ അങ്ങേയറ്റം ജാഗ്രതയോടെ തിരികെ ആ പോരാട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങി. കുറച്ചു മുമ്പ് കേട്ട ആ വെടിയൊച്ചകളും അലർച്ചകളും ഇപ്പോൾ അവിടെയില്ല. പകരം ഹൃദയമിടിപ്പ് പോലും കേൾക്കാവുന്ന അത്രയും ഭീകരമായ നിശബ്ദത. കാറ്റിൻ്റെ ദിശ മാറിയിരിക്കുന്നു. അന്തരീക്ഷത്തിൽ അപ്പോഴും കരിമരുന്നിൻ്റെയും പച്ചമാംസത്തിൻ്റെയും ആ തീക്ഷ്ണമായ ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ട്. ഷെബീർ ഓരോ ചുവടും അളന്നാണ് ആനയെ മുന്നോട്ട് നയിച്ചത്. ഓരോ ഇലയനക്കത്തിലും ആ കടുവ വീണ്ടും ചാടി വീഴുമോ എന്ന് അവർ ഭയപ്പെട്ടു. അവർ അവിടെ എത്തി. ആ കാഴ്ച കണ്ടപ്പോൾ എല്ലാവരുടെയും ശ്വാസം ഒരു നിമിഷം നിലച്ചു. മണ്ണിലതാ ആ കൂറ്റൻ കടുവ കിടക്കുന്നു. അതിൻ്റെ ശരീരം അപ്പോഴും നനഞ്ഞിരുന്നു. പക്ഷേ ആ നെഞ്ചിടിപ്പ് നിന്നിരുന്നില്ല. ആ കണ്ണുകൾ പാതി തുറന്ന നിലയിലായിരുന്നു. മങ്ങലേറ്റ ആ നോട്ടത്തിൽ അപ്പോഴും ആ വന്യമായ ക്രോധം ബാക്കിയുണ്ട്. വെടിയുണ്ടകൾ അതിൻ്റെ ശരീരത്തിൽ കൃത്യമായി പതിച്ചിരുന്നു. ആനയുടെ തുമ്പിക്കൈ ചീന്തിയെറിഞ്ഞ ആ നഖങ്ങൾ ഇപ്പോൾ ചൈതന്യമില്ലാതെ മണ്ണിൽ ആഴ്ന്നു കിടക്കുന്നു. കാടിൻ്റെ ആ ഭീകരൻ അവസാനമായി ഒരു നിശ്വാസം പോലും വിടാതെ മണ്ണോട് ചേർന്നിരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ ഭീകരമായ മറ്റൊരു കാഴ്ച അല്പം മാറി അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തകർന്നു കിടന്ന കെയിൻ പടർപ്പുകൾക്കിടയിൽ തൻ്റെ റിവോൾവർ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഷാർപ്പ് ഷൂട്ടർ കിടക്കുന്നു. അയാളുടെ വസ്ത്രങ്ങൾ പൂർണ്ണമായും കീറിപ്പറഞ്ഞിരുന്നു. ശരീരമാസകലം ആഴത്തിലുള്ള മുറിവുകൾ. കടുവയുടെ നഖങ്ങൾ അയാളുടെ ശരീരത്തെ ഒരു മാംസകഷ്ണം പോലെ ചീന്തിയെടുത്തിരുന്നു. ഷെബീർ പിന്നെ ഒട്ടും താമസിച്ചില്ല. ആനപ്പുറത്തു നിന്നും താഴേക്ക് ചാടി അയാളുടെ അടുത്തേക്ക് ഓടി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഷെബീർ അയാളെ പിടിച്ചു കുലുക്കി. ആ മനുഷ്യൻ പതുക്കെ കണ്ണുകൾ തുറന്നു. വേദന കൊണ്ട് മരവിച്ച ആ മുഖത്ത് ഒരു ചെറിയ ചലനം മാത്രം. അയാൾ ജീവനോടെയുണ്ട്. പക്ഷേ ഓരോ ശ്വാസവും അയാൾക്ക് വലിയൊരു യുദ്ധമായിരുന്നു. രക്തം വാർന്നു പോകുന്ന ആ ശരീരവുമായി അവർക്ക് ഇനി എത്ര ദൂരം മുന്നോട്ടു പോകാൻ കഴിയും? സമയം അവർക്ക് എതിരെ തിരിഞ്ഞതുപോലെ അവർക്ക് തോന്നി. ഷെബീർ അലറി. പാപ്പാന്മാരും സഹായികളും ചേർന്ന് അങ്ങേയറ്റം സൂക്ഷ്മതയോടെ ആ മനുഷ്യനെ ഉയർത്താൻ ശ്രമിച്ചു.
അയാളുടെ നട്ടലിനോ വാരിലിനോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന അവർ ഭയപ്പെട്ടു. ഓരോ തവണ തൊടുമ്പോഴും ആ മനുഷ്യൻ വേദന കൊണ്ട് പുളയുകയായിരുന്നു. അയാളുടെ യൂണിഫോമിലെ ആ ചുവന്ന രക്തം ആനയുടെ ആ ഇരിപ്പിടത്തിലേക്ക് പടരുന്നത് ഷെബീർ മരവിപ്പോടെയാണ് നോക്കി നിന്നത്. അവർ അയാളെ ആനയുടെ പുറത്തേക്ക് ആ ഇരിപ്പിടത്തിലേക്ക് സുരക്ഷിതമായി കിടത്തി. പക്ഷേ ആ യാത്ര അത് നരകതുല്യമായിരുന്നു. ആനകൾ വേഗത്തിൽ നടക്കുമ്പോൾ ആ ഇരിപ്പിടം വല്ലാതെ ആടുന്നുണ്ട്. ആ ഓരോ ആട്ടവും ആ മുറിവേറ്റ മനുഷ്യൻ്റെ വേദന ഇരട്ടിയാക്കി. ഷെബീർ അയാൾക്കൊപ്പം ആനയുടെ പുറത്തുണ്ടായിരുന്നു. അയാളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. നമ്മൾ എത്താറായി, സഹിക്കൂ എന്ന് അയാൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. പക്ഷേ തൻ്റെ ഉള്ളിലെ ആത്മവിശ്വാസം ഓരോ നിമിഷവും ചോർന്നു പോകുന്നത് ഷെബീർ അറിഞ്ഞു. കാട് ഇപ്പോൾ കൂടുതൽ ഇരുണ്ടിരിക്കുന്നു. വായുവിൽ ഒരു വല്ലാത്ത തണുപ്പ് പടർന്നു. ഷെബീറിനെ കുറ്റബോധം വല്ലാതെ പിടിമുറുക്കി. ഞാൻ എന്തിനാണ് ഈ അപകടത്തിന് മുതിർന്നത്? ആ കടുവയ്ക്ക് കുറച്ചുകൂടി സമയം നൽകാമായിരുന്നു. ഇത്രയും ദൂരം ആ കടുവയ്ക്ക് പിന്നാലെ പോകുന്നത് ഒഴിവാക്കാമായിരുന്നില്ലേ? ഈ കുറ്റബോധം അയാളിൽ വല്ലാതെ നീറിക്കൊണ്ടിരുന്നു. ആന വളരെ വേഗം നടക്കുകയാണ്. ഷെബീർ പതുക്കെ ആ ഷാർപ്പ് ഷൂട്ടറുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ കണ്ണുകൾ പകുതി അടഞ്ഞ നിലയിലായിരുന്നു. കുറച്ചു മുമ്പ് കണ്ട ആ പോരാട്ട വീര്യമോ ആവേശമോ ഇപ്പോൾ അവിടെയില്ല. പകരം മരണം പതുക്കെ ആ മുഖത്തേക്ക് ഒരു നിഴൽ പോലെ പടരുന്നതാണ് ഷെബീറിന് കാണാനായത്. അയാൾ എന്തോ പിറുപിറുക്കാൻ ശ്രമിച്ചു. ഷെബീർ തൻ്റെ ചെവി അയാളുടെ ചുണ്ടോട് ചേർത്തു. എന്തെങ്കിലും പറയാനുണ്ടോ? ഷെബീർ പതുക്കെ ചോദിച്ചു. പക്ഷേ അവിടെ ശബ്ദമില്ലായിരുന്നു. വെറും നിശ്വാസം മാത്രം. കാടിൻ്റെ അവസാന അതിർത്തി എത്താറായപ്പോഴേക്കും ആ വലിയ വനം അതിൻ്റെ ഭീകരമായ നിശബ്ദതയിലേക്ക് പൂർണ്ണമായും ആണ്ടുപോയി. ആനയുടെ പുറത്തുള്ള ആ പിരിമുറുക്കം പെട്ടെന്ന് ഒന്ന് അഴിഞ്ഞ പോലെ. ഷെബീർ പതിയെ തൻ്റെ കൈയെടുത്ത് ആ മനുഷ്യൻ്റെ തൊണ്ടയിൽ വിരലമർത്തി. മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിൻ്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും ഇപ്പോൾ അവിടെ കേൾക്കാനുണ്ടായിരുന്നില്ല. ഷെബീറിൻ്റെ വിരലുകൾ ആ നാടിയിടിപ്പിന് വേണ്ടി തിരിഞ്ഞു. 1 നിമിഷം, 2 നിമിഷം. ഷെബീറിൻ്റെ മുഖഭാവം പതുക്കെ മാറാൻ തുടങ്ങി. ആ നിശബ്ദത അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുത്തി. പിന്നെ ഷെബീറിൻ്റെ വിരലുകൾ അമർന്നത് ആ മനുഷ്യൻ്റെ തണുത്ത കൈത്തണ്ടയിൽ. അവിടുത്തെ ആ നിശബ്ദതയിൽ സ്വന്തം ഹൃദയമിടിപ്പിൻ്റെ താളം പോലും അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിരലുകൾ ഒന്നുകൂടി അമർത്തി നോക്കി. ഒരു ചെറിയ തരിപ്പ്, ഒരു നേർത്ത ചലനം. എവിടെയോ ഒരിടുപ്പ് ബാക്കിയുണ്ട്. ഇല്ല, വായുവിൽ അലിഞ്ഞു ചേർന്ന ആ തണുപ്പ് പതുക്കെ ആ മനുഷ്യൻ്റെ ശരീരത്തെ കീഴടക്കുകയായിരുന്നു. ഷെബീറിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു വിങ്ങലാണ് അനുഭവപ്പെട്ടത്. എൻ്റെ ഒരൊറ്റ തീരുമാനം ആ കടുവയ്ക്ക് കുറച്ച് സമയം കൂടി നൽകാമായിരുന്നെങ്കിൽ ഇത്ര വലിയ വില കൊടുക്കേണ്ടി വരുമായിരുന്നോ? ഈ ചോദ്യം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആനകൾ ഇപ്പോൾ വനത്തിൻ്റെ അതിർത്തി ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവയുടെ ഭാരമേറിയ പാദങ്ങൾ ചെളിയിൽ പതിക്കുന്ന ശബ്ദം ആ വനത്തിൽ പ്രതിധ്വനിച്ചു. പാപ്പാന്മാർ തങ്ങളുടെ കയ്യിലുള്ള വടികൾ കൊണ്ട് ആനകളെ നിരന്തരം തല്ലി പ്രേരിപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് ഓർമ്മപ്പെടുത്തി. വനത്തിലെ വള്ളിപ്പടർപ്പുകളും മുൾച്ചെടികളും ഇരിപ്പിടത്തിൽ ഉരസുന്ന ശബ്ദം ഒരു ഈർച്ചവാൾ പോലെ ഷെബീറിൻ്റെ കാതുകളിലേക്ക് മുഴങ്ങി. മരങ്ങൾക്കിടയിലൂടെയുള്ള ആ ഇടുങ്ങിയ വഴിയിലൂടെ ആനകൾ വല്ലാതെ കഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങി. ഷെബീർ ചുറ്റും നോക്കി. ആ കാട് ഇപ്പോൾ അങ്ങേയറ്റം ശാന്തമാണ്. ആ കടുവയെ കൊന്നതിൻ്റെ വിജയാഘോഷങ്ങൾ, ആവേശങ്ങളോ ആരുടെയും മുഖത്തില്ല. പകരം അവിടെ ഉണ്ടായത് ഒരു വലിയ നഷ്ടത്തിൻ്റെ നിശബ്ദത മാത്രമായിരുന്നു. അവരിപ്പോൾ വനത്തിൻ്റെ ആ വലിയ അതിർത്തി കടന്നിരിക്കുന്നു. ദൂരെ ക്യാമ്പിൻ്റെ വിളക്കുകൾ മിന്നിമറയുന്നത് ഇപ്പോൾ വ്യക്തമായി അവർക്ക് കാണാം. ബംഗാൾ ഗവർണറും മറ്റു ഉദ്യോഗസ്ഥരും അവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ആനകൾ ക്യാമ്പ് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഷെബീർ പതുക്കെ തൻ്റെ കൈകൾ പിൻവലിച്ചു. ആ മനുഷ്യൻ്റെ കൈത്തണ്ട ഇപ്പോൾ മഞ്ഞുപോലെ തണുത്തിരിക്കുന്നു. ആ നാടിയെടുപ്പ് എന്നേക്കുമായി നിലച്ചിരിക്കുന്നു. വനത്തിൻ്റെ അതിർത്തിയിലെത്തിയ ആ നിമിഷം ആ ഷാർപ്പ് ഷൂട്ടർ തൻ്റെ അവസാനത്തെ ശ്വാസവും കാറ്റിന് വിട്ടുകൊടുത്തിരിക്കുന്നു. ക്യാമ്പിലെത്തിയപ്പോൾ അവിടെ വലിയൊരു നിശബ്ദത പടർന്നു. ഗവർണർ ഷെബീറിൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ ഷെബീറിന് തലയുയർത്താൻ കഴിയുന്നില്ല. ഒരു വശത്ത് ആ കടുവ വെടിയേറ്റ് വീണിരിക്കുന്നു. പക്ഷേ അതിന് പകരമായി വനത്തിന് തിരികെ ചോദിക്കേണ്ടി വന്നത് വലിയൊരു ജീവനായിരുന്നു. കാടിൻ്റെ നിയമം എന്നും അങ്ങനെയാണ്. അതൊന്നും സൗജന്യമായി നൽകില്ല. അവിടെ ഒരു ജീവൻ വീഴുമ്പോൾ
മറ്റൊരു ജീവൻ അവിടെ അവസാനിക്കുന്നു. വിജയത്തിനും പരാജയത്തിനും ഇടയിലുള്ള ആ നേർത്ത നൂൽപ്പാലത്തിലൂടെയാണ് ഓരോ വേട്ടക്കാരനും സഞ്ചരിക്കുന്നത്. റൈഡെക്സ് വനം പതുക്കെ രാത്രിയുടെ ഇരുട്ടിലേക്ക് മറഞ്ഞു. കാടിൻ്റെ അങ്ങേയറ്റത്ത് നിന്നും ഏതോ വന്യമൃഗത്തിൻ്റെ ഓരിയിടുന്ന ശബ്ദം കേൾക്കാൻ കഴിയുമായിരുന്നു. ആ വനം അപ്പോഴും അവിടെയുണ്ട്. വീണ്ടും ഒരു വേട്ടയ്ക്ക് വേണ്ടിയും വേട്ടയാടാൻ വേണ്ടിയും ആ വനം തയ്യാറായിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.